നമസ്കാരം, ഞാൻ ഫീസ്റ്റോ, തൃശ്ശൂർ സിറ്റി സൈബർ സെൽ. എൻ്റെ ഇവിടെ ജോഷിയുണ്ട്, സജേഷുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് CCTNS പറ്റി പഠിച്ചു. CCTNSലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്, CCTNSൽ എന്തൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, GD എൻട്രി, FIR തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. തുടർന്ന് മറ്റു പല സംവിധാനങ്ങളെ പറ്റി നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈബർ ക്രൈം പോർട്ടലിനെ പറ്റിയിട്ടാണ്. പൊതുജനങ്ങൾക്ക് ഏത് സൈബർ ക്രൈം ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ അവർക്ക് അനോണിമസായോ അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടോ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പോർട്ടലാണ് സൈബർ ക്രൈം പോർട്ടൽ. ഇതൊരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോർട്ടലാണ്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ പോർട്ടലിൽ ഏതൊരു വ്യക്തിക്കും ഒരു സൈബർ ക്രൈം ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം. ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന സൈബർ ക്രൈമുകൾ അതാത് ജില്ലയിലും അല്ലെങ്കിൽ അതാത് പോലീസ് സ്റ്റേഷനുകൾക്കുള്ള ലോഗിനിലേക്കാണ് നമുക്ക് വരിക. അപ്പോൾ ഇത്തരം റിപ്പോർട്ട് ചെയ്യുന്ന സൈബർ ക്രൈമുകൾ നമുക്കൊരു സമയബന്ധിതമായി നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് ലഭിക്കുന്നതോടുകൂടി അതിൻ്റെ അന്വേഷണം നടത്തി അതിൻ്റെ സ്റ്റാറ്റസ് പോലീസ് സ്റ്റേഷനുകളിൽ ക്ലോസ് ചെയ്ത് അതായത് ജില്ലയിൽ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യേണ്ട ഒരു നടപടി നമുക്കുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇത് ഇനി സൈബർ ക്രൈമുകൾ കൂടി വരുന്ന സമയമാണ്. അപ്പോൾ പൊതുജനങ്ങൾക്ക് സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്യാനുള്ള പോർട്ടലാണിത്. ഈ പോർട്ടലിൽ ഒരുപാട് പരാതികൾ ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് നമുക്ക് ICJSൻ്റെ ലോഗിൻ ഉണ്ട്. ഈ ICJSൻ്റെ ലോഗിൻ ഉപയോഗിച്ചാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. പൊതുജനങ്ങൾക്ക് എൻ്റർ ചെയ്യുന്നതും പോലീസിന് എൻ്റർ ചെയ്യുന്നതും ചെറിയൊരു വ്യത്യാസമുണ്ട്. ലോഗിൻ പബ്ലിക്കിന് അവൈലബിൾ ആയിട്ട് ലോഗിൻ ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചാൽ അവർക്ക് ലഭിക്കും. ഈ cyber crime.gov.in എന്നുള്ള സൈറ്റിൽ നിന്ന് അവർക്ക് ലഭിക്കും. പോലീസിനാണെങ്കിൽ നമുക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ പോർട്ടൽ എന്ന് പറയുന്നത് cyberpolice.nic.in എന്നാണ്. അപ്പോൾ ഈ പോർട്ടലിൽ ലോഗിൻ എന്ന് പറയുന്നത് എല്ലാ ICJS അല്ല ഇപ്പോൾ നമ്മൾ ഒരു ഒറ്റ സോഫ്റ്റ്വെയർ എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം മാറി ഒറ്റ എൻട്രി എന്ന കൺസെപ്റ്റിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗം ഇതിൻ്റെ ലോഗിനും CCTNSലെ ICJSൻ്റെ ലോഗിൻ തന്നെയാണ്. ICJSൻ്റെ ലോഗിൻ നമ്മൾ ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജില്ലയിലോ അല്ലെങ്കിൽ വന്നിരിക്കുന്ന ഏതൊക്കെ പെറ്റീഷൻ ലോഗിൻ യൂസർ ഏത് തരത്തിലാണ് അതിനനുസരിക്കും. ജില്ലാ യൂസറാണ് യൂസർ നെയിം പാസ്വേഡ് വിട്ടാണ് നമ്മൾ കയറുന്നതെങ്കിൽ ഒരു ജില്ലയിൽ എത്ര പെറ്റീഷൻ വന്നു, അതിന് എന്തൊക്കെ നടപടി സ്വീകരിച്ചു എന്ന് കാണാൻ പറ്റും. പോലീസ് സ്റ്റേഷൻ ലെവലിലുള്ള ലോഗിൻ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്ന കാര്യം നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം ഇത്തരം പറ്റി നമ്മൾ റാൻഡമായി ചെക്ക് ചെയ്യണം. ഇതിന് അടുത്തതായിട്ട് നോട്ടിഫിക്കേഷനുകൾ വരും. ഈ ചെക്ക് ചെയ്തതിന് ശേഷം ഇതിൽ ഏതെങ്കിലും പെറ്റീഷനുകളുണ്ടോ, ആ പെറ്റീഷൻ ഉണ്ടെങ്കിൽ നമ്മളത് അന്വേഷിക്കാൻ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥരെ നമ്മൾ നിയമിക്കണം. ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തതിന് ശേഷം അവരുടെ റിപ്പോർട്ട് മേടിച്ച് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഇത് ഓൾ ഇന്ത്യ തലത്തിലുള്ള സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് അതിൻ്റെ സ്റ്റാറ്റസ് കൃത്യമായി വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയം നമുക്ക് പെൻഡിങ് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ രണ്ട് കാര്യമാണ്. പോലീസിനെ സംബന്ധിച്ചിട്ട് പൊതുജനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മളുടെ ലോഗിനിലേക്ക് വരുന്നു. പൊതുജനങ്ങളെ സംബന്ധിച്ചിട്ട് ഏത് സൈബർ ക്രൈമും ഈ പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് സൈബർ ക്രൈം പോർട്ടൽ. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ട്രാക്ക് ദ മിസ്സിംഗ് ചൈൽഡ് എന്നൊരു സൈറ്റാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പറഞ്ഞു ഒരുപാട് സൈറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതും ഈ പറഞ്ഞ മാതിരി ഇതിനെ വേറെ പേര് കോയ എന്ന് പറയും. സിറ്റിസൺ കോർണർ ഒരുപാട് കുട്ടികൾ മിസ്സിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രാക്ക് ദ മിസ്സിംഗ് ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ മിസ്സിംഗ് ആണ്. അതിൽ നമ്മൾ സ്ത്രീകളുടെ ഡീറ്റെയിൽസും അതല്ലെങ്കിൽ ആഡ് ചെയ്യാറുണ്ട്. ഇതിൽ നമുക്ക് മിസ്സിംഗ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് ട്രാക്ക് ദ മിസ്സിംഗ് ചൈൽഡ് എന്ന സൈറ്റ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് മിസ്സിംഗ് ചൈൽഡ്, അതായത് ഒരു കുട്ടി കാണാതെ പോയി. രണ്ടാമത് സൈറ്റിംഗ്, ഒരു കുട്ടിയെ വഴിയിലെവിടെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് നമുക്ക് കണ്ടുകിട്ടി, അതിന് നമ്മൾ സൈറ്റിംഗ് എന്ന് പറയും. ഈ ഒരു കുട്ടിയെ വഴിയിൽ നിന്ന് കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഒരുപാട് പേർക്ക് ലോഗിൻ ഉണ്ട്. അത് കുട്ടികളെ പല സംഘടനകളുണ്ട്, ആ സംഘടനകൾക്ക് ലോഗിൻ ഉണ്ട്. അങ്ങനെ പൊതുജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം, അങ്ങനെ എല്ലാവർക്കും ലോഗിൻ ഉണ്ട്. അത് റിപ്പോർട്ടിംഗ് ഓപ്ഷനാണ്. അപ്പോൾ ഒരു കുട്ടിയെ വഴിയിൽ നിന്ന് എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഈ സൈറ്റിൽ കയറി അവർക്ക് റിപ്പോർട്ട് ചെയ്യാം. അവർ കണ്ടു കിട്ടിയത് സൈറ്റിംഗ് ഏത് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ നിന്നാണ് കണ്ടു കിട്ടിയത് അല്ലെങ്കിൽ ഏത് സ്ഥലത്തു നിന്നാണ് കണ്ടു കിട്ടിയതെന്ന് അവർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസിൽ കൺസേൺഡ് പോലീസ് സ്റ്റേഷൻ ലോഗിനിൽ ഇത്തരത്തിലൊരു മെസ്സേജ് വന്ന് കിട്ടും. അതായത് നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ നിന്നും ഇങ്ങനെ ഒരു കുട്ടിയെ കണ്ടു കിട്ടിയതായി ഒരാൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ വ്യക്തിയുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഉടൻ തന്നെ പോലീസ്
അവിടെ പോയി ആ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ആ കുട്ടിയെ കൊടുന്ന് അത് സുരക്ഷിതമായ മാർഗ്ഗങ്ങളിലൂടെ എവിടേക്കാണ് കുട്ടിയെ എത്തിക്കേണ്ടത് അവിടേക്ക് നമ്മൾ എത്തിക്കുന്നു. ഇതാണ് സൈറ്റിംഗ് ലെവൽ. ഇനി അടുത്തത് മിസ്സിങ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി പെട്ടെന്ന് കാണാതായി. അപ്പോൾ ഒരു ചെറിയ കുട്ടിയാണ്, ആ കുട്ടി കാണാതായി. ഉടൻ തന്നെ നമ്മൾ ഈ സൈറ്റിൽ എൻട്രി ചെയ്യും. ഇത് ഓൾ ഇന്ത്യ സൈറ്റാണ്. ഇങ്ങനെ എൻട്രി ചെയ്യുന്നതോടുകൂടി വേറൊരു സ്ഥലത്ത് സൈറ്റിങ്ങിലോ അതല്ലെങ്കിൽ ഈ കുട്ടിയെ കണ്ടു, ആരെങ്കിലും ഒരു കുട്ടിയെ കണ്ടു, ആ കുട്ടി അധികം സംസാരിക്കാത്ത കുട്ടിയാണ്, അതല്ലെങ്കിൽ എൻ്റെ പ്രകൃതി വെച്ചോ അല്ലെങ്കിൽ ഇത്തരം കുട്ടി എവിടെയെങ്കിലും മിസ്സായിട്ടുണ്ടോയെന്ന് ആ പോലീസ് സ്റ്റേഷൻ ലിമിറ്റുള്ളവർക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നോക്കുക, ഈ വിൻഡോയിൽ തന്നെ കാണാം ലോഗിൻ ഓപ്ഷൻ ഉണ്ട്. മൈ ചൈൽഡ് ഈസ് മിസ്സിങ്, ഒരു കുട്ടി മിസ്സിങ് ആണോ എന്ന് നോക്കാൻ അതിൽ മിസ്സിങ് ആണെങ്കിൽ അവർക്ക് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു കുട്ടിയെ വഴിയിൽ വെച്ച് കണ്ടു, അതാണ് സൈറ്റ് ഇടുന്നുണ്ട്, ഒരു കുട്ടിയെ വഴിയിൽ വെച്ച് കണ്ടു. ആ കുട്ടിയെ നമ്മൾ ഡീറ്റെയിൽസ് നോക്കി ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് നമുക്ക് ആ കുട്ടിയെ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് ആ പോലീസ് സ്റ്റേഷൻ മുഖാന്തരം ആ കുട്ടിയുടെ രക്ഷിതാക്കളുടെ അടുത്തെത്തിക്കാനുള്ള സംവിധാനമുണ്ട്. പിന്നെ അടുത്തത് ഒരു മിസ്സിംഗ് ചൈൽഡിനെ ഒരു സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ ഇതാണ് ഒരു ട്രാക്ക് ദ മിസ്സിംഗ് ചൈൽഡ് എന്ന ഒരു സൈറ്റ്. ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ലോഗിൻ ഉണ്ട്, അത് പോലീസിനുണ്ട്, അതുപോലെ തന്നെ കുറേ ചൈൽഡ് പ്രൊട്ടക്ഷൻ വിഭാഗങ്ങളുള്ളവർക്ക് ഇതിൻ്റെ ലോഗിനുകളുണ്ട്. ആ ലോഗിൻ അനുസരിച്ച് അതായത് കൺസേൺഡ് WCD ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ആ ലോഗിൻ അനുസരിച്ച് അതായത് ആളുകൾക്ക് ലോഗിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവരവർക്ക് അവരുടേതായ ഹൈറാർക്കി ഉണ്ട്, ആ സംവിധാനം ഉണ്ട്, അത് വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ സൈബർ ക്രൈം പോർട്ടലിനെ പറ്റി പറഞ്ഞു നമ്മൾ. സൈബർ ഇനി അടുത്തതായിട്ട് ഇപ്പോൾ ട്രാക്ക് ദ മിസ്സിംഗ് ചൈൽഡ് എന്ന സൈറ്റിനെ പറ്റി പറഞ്ഞു. ഈ ട്രാക്ക് ദ മിസ്സിംഗ് ചൈൽഡ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, കുട്ടികളുടെ കാര്യമാണ്. അപ്പോൾ നമ്മൾ നിർബന്ധമായും പോലീസ് സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്യുന്ന മിസ്സിംഗ് കേസുകൾ മുഴുവൻ നിർബന്ധമായി ഇതിൽ എൻ്റർ ചെയ്യണം. അതുപോലെ ഏതൊരു കുട്ടിയെ നമുക്ക് കിട്ടിയാലും ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് എൻ്റർ ചെയ്യണം. ഇങ്ങനെ എൻട്രി ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കുട്ടിയെ കൃത്യമായ അന്വേഷണം നടത്താൻ സാധിക്കൂ. ഇത് ഓൾ ഇന്ത്യ തലത്തിലായതുകൊണ്ട് ഇപ്പോൾ ട്രെയിനിൽ വെച്ച് മിസ്സായി, അത്തരത്തിലുള്ള മിസ്സിങ്ങുകളെല്ലാം കണ്ടുപിടിക്കാൻ നമുക്കിത് വളരെ വളരെ ഉപകാരപ്രദമാണ്. ഇതാണ് ട്രാക്ക് ദ മിസ്സിംഗ് ചൈൽഡ്. അടുത്തത് ഇതുപോലെ മറ്റൊരു സൈറ്റാണ് RSMS, റോഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. റോഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം, അതായത് ആക്സിഡൻറ്റ് കേസുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് കൃത്യമായി എൻ്റർ ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു സൈറ്റായിരുന്നു RSMS, റോഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം. ഈ സംവിധാനത്തിൽ ചെറിയൊരു മാറ്റം വരുത്തി അത് ഇപ്പോൾ റാപ്പിഡ് റോഡ് ആക്സിഡൻറ്റ് പോർട്ടൽ, റാപ്പിഡ് എന്നതിൻ്റെ പേര്, അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് റോഡ് ആക്സിഡൻറ്റ് പോർട്ടൽ ഇൻഫർമേഷൻ ഡീറ്റെയിൽസ്, റോഡ് ആക്സിഡൻറ്റ് പോർട്ടൽ ഇൻഫർമേഷൻ ഡീറ്റെയിൽസ്, ഇതിനെയാണ് നമ്മൾ റാപ്പിഡ് എന്ന് പറയുന്നത്. ഇത് അതുപോലെ kerala.gov.in നമുക്ക് ലോഗിൻ ഉണ്ട്. ഈ ലോഗിനിൽ കൺസൾട്ട് എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും ലോഗിൻ ഉണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് ടാബുകൾ എൻ്റർ ചെയ്യാനുണ്ട്. അതായത് ആക്സിഡൻറ്റ് നടന്ന സംഭവത്തെ പറ്റിയിട്ട്, അതായത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ, ഇത് പ്രധാനമായിട്ട് ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നിർബന്ധമായും പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ ഡാറ്റ എൻ്റർ ചെയ്യണം. കാരണം നമ്മുടെ NCRBയുടെ സൈറ്റുകളിലോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റിക്സോ മുഴുവൻ കണക്കാക്കുന്നത് ഈ റാപ്പിഡിലൂടെയാണ്. ആക്സിഡൻറ്റ് ഡീറ്റെയിൽസ് മുഴുവൻ കണക്കാക്കുന്നത്. നിങ്ങൾക്കറിയാം, പലപ്പോഴും പത്രങ്ങളിലൊന്നും ഉണ്ടാവും, കഴിഞ്ഞ ഒരു 2 വർഷമായി ഇത്ര ആക്സിഡൻറ്റ് നടന്നു, അതിൽ ഹെൽമെറ്റ് ധരിച്ച ആക്സിഡൻറ്റ് എത്ര, അതിൽ പുരുഷന്മാർക്ക് ഇത്ര, സ്ത്രീകൾ ഇത്ര, കുട്ടികൾ ഇത്ര, അല്ലെങ്കിൽ മരണപ്പെട്ടവർ ഇത്ര. ഈ കണക്കുകളെല്ലാം തയ്യാറാക്കുന്നത് ഈ റാപ്പിഡ് സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ്. അതുകൊണ്ട് നിർബന്ധമായി ഈ റാപ്പിഡ് എന്ന സംവിധാനത്തിലേക്ക് നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യണം. ഇപ്പം നമുക്കറിയാം ക്രൈം ഡ്രൈവ് എന്നൊരു സംവിധാനമുണ്ട്. ഒട്ടുമുക്കാൽ ജില്ലകളിലും ഈ ക്രൈം ഡ്രൈവ് വഴിയാണ് ഡാറ്റ എൻട്രി നടത്തുന്നത്. ക്രൈം ഡ്രൈവ് എന്ന് പറയുന്നത് ഒരു ഡാറ്റ എൻട്രി സോഫ്റ്റ്വെയർ ആണ്. DCRBയിൽ അതിൻ്റെ അടുത്ത ക്ലാസ് അതിൻ്റെ ടീമൊന്നും നിൽക്കുന്നുണ്ട്. DCRBയിൽ റിവ്യൂ നടത്തുന്നതൊക്കെ അപ്പോൾ അതിലാണ്. മുൻപ് നമുക്കറിയാം പോലീസ് സ്റ്റേഷനുകളിൽ ഒരു ഡീറ്റെയിൽസ്, അതായത് സാട്ട മുഖാന്തരം, ഒരു സാട്ട അതല്ലെങ്കിൽ നമ്മൾ വയർലെസ് മുഖാന്തരമാണ് എല്ലാ ഡാറ്റയും കളക്ട് ചെയ്തിരുന്നത്. അങ്ങനെ വയർലെസ് മുഖാന്തരം ഡാറ്റ കളക്ട് ചെയ്യാന്ന് വെച്ചാൽ അതൊരു ഒരുപാട് സമയമെടുക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അത് മാത്രമല്ല കോളങ്ങൾ എഴുതണം. അങ്ങനെ നമ്മൾ തൃശ്ശൂർ ജില്ലയിലൊക്കെ അതിന് മുന്നേ നമ്മൾ ഇതിന് ഒരു മാറ്റമായിട്ട് OneDrive എന്നൊരു സംവിധാനം, മൈക്രോസോഫ്റ്റിൻ്റെ ഒരു OneDrive എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. ഈ OneDriveൽ നമ്മൾ ഡാറ്റ ഇവർ എൻ്റർ ചെയ്യാതെ, അത് കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഡാറ്റ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എല്ലാവർക്കും OneDrive എന്ന സംവിധാനം വെച്ച്, അതായത് OneDrive എന്ന് പറയുന്നത് ഒരു ക്ലൗഡ് സ്റ്റോറേജാണ്, വളരെ ലളിതമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ക്ലൗഡ് സ്റ്റോറേജാണ്. അത് മുഖാന്തരം നമ്മളൊരു 3 വർഷത്തോളം OneDrive സംവിധാനത്തിൽ, അതായത് എല്ലാ സാട്ട ഡീറ്റെയിൽസും അവർ അതിൽ എൻ്റർ ചെയ്യും. അത് നമുക്ക് ക്ലൗഡ് സ്റ്റോറേജ് ആയിട്ട് ഇവിടെ ലഭിക്കും. അത് നമുക്ക് കൺസോൾട്ടേറ്റ് ചെയ്ത് ഡാറ്റ എടുക്കുന്ന സംവിധാനത്തിലാക്കിയായിരിക്കുന്നു. അതിൻ്റെ അടുത്ത ഘട്ടമായിട്ട് നമുക്ക് ക്രൈം ഡ്രൈവ് എന്നൊരു സംവിധാനം വന്നു.
ഈ ക്രൈം ഡ്രൈവിൽ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽസ്, ഇപ്പോൾ ക്രൈം ഡീറ്റെയിൽസ് മുഴുവൻ എൻ്റർ ചെയ്യുന്നത് ക്രൈം ഡ്രൈവിലാണ്, CCTNS-ലും ക്രൈം ഡ്രൈവിലാണ്. ഇനിയിപ്പോൾ CCTNS വരുന്നതോടുകൂടി ക്രൈം ഡ്രൈവിലെ ഡാറ്റ ക്രൈം ഡ്രൈവ് CCTNS ഫെച്ച് ചെയ്യുന്ന സംവിധാനത്തിലേക്ക് മാറുന്നതാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് റാപ്പിഡ്. അപ്പോൾ ഈ ക്രൈം ഡ്രൈവിൽ നമുക്ക് റാപ്പിഡിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ പല ഡാറ്റയും റാപ്പിഡിലേക്ക് ഫെച്ചായി പോകും. ബാക്കിയുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് നമുക്ക് റാപ്പിഡിൽ അടിക്കേണ്ടി വരിക. അപ്പോൾ റാപ്പിഡ് ഒരു പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ ആണ്. ഇതിലേക്ക് ഡാറ്റ നിർബന്ധമായും എൻ്റർ ചെയ്യണം. ഇത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സൈറ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞത് സൈബർ ക്രൈം പോർട്ടലിനെ പറ്റി പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ ട്രാക്ക് ദ മിസ്സിംഗ് ചൈൽഡിനെ പറ്റി പറഞ്ഞു. ഇത് പിന്നെ RSMS അതിൻ്റെ മാറിയ വെർഷൻ, അതാണ് റാപ്പിഡ്, റോഡ് ആക്സിഡൻറ്റ് പോർട്ടൽ ഇൻഫർമേഷൻ ഡീറ്റെയിൽസ്. ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ചെയ്യണം. ആ പോലീസ് സ്റ്റേഷനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് ഓരോ കേസും ഓരോ രീതിയിലായിരിക്കും. ഒരു പക്ഷേ ഒരു മിസ്സിംഗ് കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മിസ്സിങ്ങിലുണ്ടോ നോക്കാം. അതല്ലെങ്കിൽ വേറെ രീതിയിൽ ഒരു പ്രതിയുടെ ഡീറ്റെയിൽസ് കിട്ടി, അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യണം. അപ്പോൾ അക്യൂസ് സെർച്ച് നമുക്ക് CCTNS-ൽ കയറി അക്യൂസ് സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ ജയിലിൽ നിന്ന് ഒരു പ്രതി പുറത്തിറങ്ങിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ICAS-ൻ്റെ പോർട്ടലിൽ കയറി ജയിൽ ഡീറ്റെയിൽസിൽ കയറി നമുക്ക് സെർച്ച് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു തോക്ക് വഴുത് നമുക്ക് കിട്ടി, ഒരാൾ തോക്ക് ഉപേക്ഷിച്ച് പോയി, അത് ആ ലൈസൻസ് പ്രകാരമുള്ളതാണോ, അല്ലെങ്കിൽ അയാളുടെ വീട്ടിൽ നിന്നൊരു മോഷണം പോയി, ആ വ്യക്തി അവിടെ ഇല്ല, ആളുടെ ഡീറ്റെയിൽസ് അറിയില്ല. അപ്പോൾ നമുക്ക് ആലിസ് എന്ന ICAS-ൻ്റെ പോർട്ടലിൽ കയറി നോക്കാം. അതുപോലെ തന്നെ FIR സെർച്ച് ചെയ്ത് നമുക്ക് വേറൊരു രാജ്യത്തെ വേറൊരു സ്റ്റേറ്റിലെ FIR-കളുടെ ഡീറ്റെയിൽസ് നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ FIR-ൻ്റെ ഓൾ ഇന്ത്യ സെർച്ച് എന്നുള്ള ഓപ്ഷൻ ICJS-ലുണ്ട്. അപ്പോൾ ഈ ICJS-ലുള്ള ഓൾ ഇന്ത്യ സെർച്ചിൽ കയറി നമുക്ക് ആ ഡീറ്റെയിൽസ് നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ICJS-ൽ അത്തരത്തിലെ സെർച്ച് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും പ്രതികളെ ഓൾ ഇന്ത്യ സെർച്ചും പ്രതികളുടെ സെർച്ചും ഇതുപോലെ തന്നെ ICJS-ൻ്റെ പോർട്ടലുണ്ട്. അപ്പോൾ ഒരു കേസ് ലഭിക്കുന്ന സമയത്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ നടത്തുമ്പോൾ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ഡാറ്റ നമുക്ക് അവൈലബിൾ ആണോ ആ ഡീറ്റെയിൽസ് മുഴുവൻ നമ്മൾ കളക്ട് ചെയ്യും. ഇപ്പോൾ സൈബർ സംബന്ധമായ ഒരു സംഭവമാണെങ്കിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്, അപ്പോൾ നമ്മൾ അതിൻ്റെ IMEI നമ്പർ എടുക്കുന്നു, ട്രേസ് ചെയ്യാൻ കൊടുക്കുന്നു. അതല്ലെങ്കിൽ ടവർ ഡംബ് ആവശ്യമാണെങ്കിൽ ടവർ ഡംബ് എടുക്കുന്നു, കോൾ ഡീറ്റെയിൽസ് എടുക്കുന്നു, അതല്ലെങ്കിൽ IPDR എടുക്കുന്നു. അങ്ങനെ ഈ രീതിയിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഒരു കേസിന് അനുബന്ധമായി നമുക്ക് ആവശ്യമുണ്ട് ആ കാര്യങ്ങളെല്ലാം നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗം. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിർബന്ധമായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, നമുക്ക് ക്യാപ്സ് എന്നൊരു ഭാഗം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്യാപ്സും ഇതുപോലെ തന്നെ സെർച്ചാണ്. ഈ സെർച്ചിൽ നമുക്ക് പ്രതികളുടെ മുഴുവൻ ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ തന്നെ ക്രൈം ഡ്രൈവിലും ഒരു സെർച്ച് ഉണ്ട്, ആ സെർച്ചിലും നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ഒരു കേസിലേക്ക് കിട്ടിയാൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ സെർച്ച് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കാം എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒഫീഷ്യലായിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് IAPS, സ്പാർക്ക്, അതുപോലെ തന്നെ നമുക്ക് സർക്കുലറുകൾ പെട്ടെന്ന് നമുക്ക് ആവശ്യമുണ്ട്, അത് കണ്ടുപിടിക്കാൻ ഏതൊക്കെ സൈറ്റുകളുണ്ട്, ഈ കാര്യങ്ങൾ നോക്കാം. നന്ദി, നമസ്കാരം.